الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظاما ولا قادرين على أن نسوي بنانا. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണമെന്ന പരമമായ സത്യത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടത്. മരണം എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ് എന്നും ഒരാൾക്കും അതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുകയില്ല എന്നും നാം മനസ്സിലാക്കിയുണ്ടായി. എല്ലാവർക്കും, ഏതൊരാൾക്കും ഒരേപോലെ ബോധ്യപ്പെടുന്ന ഒന്നാണ് മരണമെന്ന സത്യം. ആർക്കും അത് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. നമ്മളുടെ
സമീപത്ത്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽപ്പക്കത്ത് ഒക്കെ മരണങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ചരമകോളം തന്നെ പത്രത്താളുകളിൽ മാറ്റിവെച്ചിരിക്കുന്നത് മരണത്തിന് വേണ്ടിയാണ്. ആ മരണവിവരം അറിയിക്കുകയാണ്, ഇന്ന ഇന്ന ആളുകൾ മരണപ്പെട്ടു പോയി എന്ന് നമ്മളെ അറിയിച്ചു തരിക. അപ്പം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അതിലാർക്കും ഒരു തർക്കത്തിനും അവകാശമില്ല. എന്നാൽ മരണത്തിന് ശേഷം എന്താണ്? മരണശേഷം ഒരു ജീവിതമുണ്ടോ? നാം ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? മരണപ്പെട്ടു പോയവരെല്ലാവരും തിരിച്ചു വരുമോ എന്നതിനെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ സംശയങ്ങളും അതേപോലെ തന്നെ തർക്കങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കും. ഉണ്ടോ ഇല്ലേ? അത് സംഭവിക്കുമോ? ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്ന ഒരു ബഅസ് നമുക്കുണ്ടോ ഇല്ലേ? അതോ ഈ ശുദ്ധമായ ശൂന്യതയിലേക്ക് അങ്ങ് മണ്ണിലേക്ക് അങ്ങ് ലയിച്ചു ചേരുകയാണോ മനുഷ്യൻ? ഈ പല്ലി, പാറ്റ, എലി ഒക്കെ ഇങ്ങനെ പോവുകയാണല്ലോ, ഇങ്ങനെ അവിടെ ഇവിടെ കിടന്ന് ചത്ത് വളമായിട്ടൊക്കെ ഇങ്ങനെ പോവുക. അതുപോലെ മനുഷ്യൻ അതുപോലെ ആയിത്തീരുമോ, അങ്ങനെ ആകുമോ എന്നതിനെ സംബന്ധിച്ചെല്ലാം വലിയ തർക്കമാണ്. നമ്മുടെ നാട്ടിൽ അതില്ല എന്ന് പറ്റെ നിഷേധിച്ച് പറയുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഒന്നില്ല. പലതരത്തിൽ അവരുടെ വാദഗതികൾ അവർ പറയാറുണ്ട്. അവ ജനങ്ങൾക്ക് ആവശ്യമായ ഒരു പ്രയോജനവും അതിൽ കാണാൻ കഴിയില്ല. അവരുടെ മറുപടിയാണ്, പരലോക ജീവിതമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ നിഷേധിക്കേണ്ട ഒരു കാരണം, ജനങ്ങൾക്ക് എന്താ വല്ല പ്രയോജനമുണ്ടോ? അതേപോലെ തന്നെ പരലോക ജീവിതം അസംഭവ്യമാണ്, നിഷേധിക്കുകയാണ്. അങ്ങനെ ഒന്നില്ല. മരിച്ചവരുടെ ജഡങ്ങൾ ജീർണിച്ച് മണ്ണിൽ ലയിക്കുന്നതാണ്. അവർ പൂർവസ്ഥിതി പ്രാപിച്ച് ജീവനുള്ള മനുഷ്യനായി തീരുമെന്നത് ബുദ്ധിക്ക് വിപരീതമായ കാര്യമാണ്. ബുദ്ധിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. മരിച്ചുപോയവരാരും തിരിച്ചു വന്നിട്ട് പറയുന്നില്ലല്ലോ. മരണപ്പെട്ടു പോയവർ പോയിട്ട് അവിടെ എന്താണ് സംഭവം, അതേത് ലോകമാണ്, എന്താണ്, വല്ലതും ഉണ്ടോ ഇല്ലേ എന്ന് ഒരാളെങ്കിലും തിരിച്ചു വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നിഷേധിക്കുകയാണ്. അങ്ങനെ പൂർവസ്ഥിതി പ്രാപിച്ച് ജീവനുള്ള മനുഷ്യനായി തീരുമെന്നത് ബുദ്ധിക്ക് വിപരീതമായ ചിന്തയാണ്, പ്രകൃതി നിയമത്തിനുമെതിരെ അവരുടെ വാദങ്ങളാണ്. ഇഹലോക ജീവിതം മനുഷ്യന് ആസ്വദിക്കാനുള്ളതാണ്. അവരുടെ ആകത്തുക അതാണ്. ഇഹലോക ജീവിതം എന്ന് പറയുന്നത് ആ മനുഷ്യനെ ആസ്വദിക്കാനുള്ളതാണ്. അതിനെ അനുവദിക്കാതെ മനുഷ്യരെ തടഞ്ഞു നിർത്താൻ വേണ്ടി ഇല്ലാത്ത ജീവിതത്തെയും വിചാരണയെയും എടുത്തുകാട്ടി വഞ്ചിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇതൊന്നും ഇല്ലാത്ത, വെറുതെ ഇങ്ങനെ ആളുകളെ പേടിപ്പിക്കാനും പറ്റിക്കാനും വേണ്ടി ചിലർ ഒക്കെ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് ഈ മരണത്തിന് ശേഷം ഉണ്ട് എന്ന് പറയുന്ന ലോകത്തെ സംബന്ധിച്ച്. അത് വെറുതെയാണ്, അത് കെട്ടുകഥയാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല, ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് 100 വട്ടം സത്യം ചെയ്താണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, ഇതാണ് ഈ എല്ലാ ഇത്തരത്തിലുള്ള വാദക്കാരുടെ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രമാണം. എന്നാൽ 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന ആ കാലഘട്ടത്തിലും ഇത്തരം ആളുകളെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇത്തരം ആളുകൾ അന്നുണ്ടായിരുന്നു. ഇതേ ചിന്താഗതിക്കാരും വാദഗതിക്കാരുമായ ആളുകൾ പ്രവാചക കാലഘട്ടത്തിലും ഒരു ന്യൂനപക്ഷം
നൂനാൽ ഒരു ന്യൂനപക്ഷം മാത്രം. എല്ലാവരും ഇന്നും ലോകത്ത് അവസ്ഥ എടുത്തു നോക്കിയാൽ എന്താണ്? മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെയും വിശ്വാസം വേറെയാണ്. ഓരോ മതങ്ങളുടെയും കാഴ്ചപ്പാടുകൾ, സിദ്ധാന്തങ്ങളൊക്കെ വേറെയായിട്ടാണ് അവതരിപ്പിക്കുന്നത്, അല്ലേ? പുനർജന്മം പറയുന്നത്, അടുത്ത ജന്മം പറയുന്നത് എന്താണ്? ഈ അവരുടെ പുണ്യത്തിനനുസരിച്ച് മറ്റേ പാപത്തിനനുസരിച്ചും ഒക്കെ വേറെ വേറെ ജീവികളായിട്ട് ജനിക്കുമെന്നാണ്. ഈ മനുഷ്യരല്ല, വേറെ അടുത്ത ജന്മത്തിൽ വേറെ ആയിട്ട് ജനിക്കുമെന്നാണ് അത്തരത്തിലുള്ള ചിന്താഗതി. അപ്പൊ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഒരു ന്യൂനപക്ഷം എന്നും ഇതിനെ പറ്റെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഖുർആനിൽ 27-ാം അധ്യായം സൂറത്തു നംല് 67-68 സൂക്തങ്ങൾ, ഇവരെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. വഖാലല്ലദീന കഫറൂ അഇദാ കുന്നാ തുറാബൻ വആബാഉനാ അഇന്നാ ലമുഖ്റജൂൻ ലഖദ് വൂഇദ്നാ ഹാദാ നഹ്നു വആബാഅനാ മിൻ ഖബ്ൽ ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. വഖാലല്ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, അഇദാ കുന്നാ തുറാബൻ വആബാഉനാ, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും മരിച്ചു മണ്ണായി തീർന്നതിന് ശേഷം, തുറാബായി തീർന്നതിന് ശേഷം, മണ്ണായി തീർന്നതിന് ശേഷം അഇന്നാ ലമുഖ്റജൂൻ, ഞങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ പറയുന്നത്? ലഖദ് വൂഇദ്നാ ഹാദാ നഹ്നു വആബാഅനാ മിൻ ഖബ്ൽ, ഇതിനു മുമ്പും ഞങ്ങളുടെ പിതാക്കളോടും ഈ വാഗ്ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവികന്മാരുടെ ഇതിഹാസങ്ങളാണ്, കെട്ടുകഥകളാണ്. ഇത് കെട്ടിപ്പറയുന്ന, ചമച്ചു ഉണ്ടാക്കുന്ന ഒരു വർത്തമാനങ്ങൾ, വെറും വർത്തമാനങ്ങൾ. അസാതീറുൽ അവ്വലീൻ, പൂർവികന്മാരുടെ കെട്ടുകഥകളാണ് ഇത് എന്നായിരുന്നു അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് ഞങ്ങളുടെ പിതാക്കളൊക്കെ മരിച്ചുപോയില്ലേ, എന്നിട്ട് അവരെന്താ വരാത്തത്, തിരിച്ചു വരാത്തത്? ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ട് എന്തേ അവർ തിരിച്ചു വരാത്തത്? അപ്പൊ ഒരിക്കലും വരികയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു സൂക്തം സൂറത്തുൽ മുഅ്മിൻ, വിശ്വാസികൾ എന്ന അധ്യായം. വിശ്വാസികൾ, ഇതിനൊക്കെ ഒരു വിശ്വാസം വേണമല്ലോ, ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാവണം. ആ അധ്യായത്തിൽ അള്ളാഹു പറയുകയാണ്, അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇളാമൻ അന്നകും മുഖ്റജൂൻ ഹൈഹാത ഹൈഹാത ലിമാ തുവദൂൻ ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബ്ഊസീൻ. അയഇദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇളാമൻ, നിങ്ങൾ മരിക്കുകയും മണ്ണും അസ്ഥിശകലങ്ങളുമായി തീരുകയും ചെയ്താൽ നിങ്ങൾ വീണ്ടും പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്? പ്രവാചകന്മാരെല്ലാവരും ഈ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു കൊടുത്തു. അപ്പം ചോദിക്കുകയാണ് ഇവർ, ഈ മരണപ്പെട്ടത് പോയി മണ്ണും അസ്ഥിശകലങ്ങളും മണ്ണും ഒക്കെ ആയി മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും പുറത്തു കൊണ്ടുവരപ്പെടുമെന്നാണോ അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്? നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് എത്ര വിദൂരം, ഒരിക്കലും സംഭവിക്കുകയില്ല. അവരെങ്ങനെ ഇതിലാ കാണുന്നത്? ഒരിക്കലും സംഭവിക്കുകയില്ല. ഖുർആൻ അങ്ങനെയാ പ്രയോഗിച്ചത്. എത്ര വിദൂരമാണ്. എന്നിട്ട് അവർ പറയുന്നു, ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ, ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഐഹിക ജീവിതം മാത്രമാണ്. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അതിവിടെ നമൂതു വനഹ്യാ,
ഞങ്ങൾ ഇവിടെ മരിക്കുന്നു, വനഹ്യ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു, വമാ നഹ്നു ബിമബഊസീൻ ഞങ്ങൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല, ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരല്ല. അപ്പൊ ഇതായിരുന്നു സഹോദരങ്ങളെ അന്നുണ്ടായിരുന്ന ചിലരുടെ വാദം. ഇന്നും അത്തരക്കാർ ഒക്കെ ഈ കാര്യത്തിൽ അവർ ഒന്നിക്കുകയാണ്, ഐക്യപ്പെടുകയാണ്. എന്നാൽ ഖുർആൻ വളരെ വ്യക്തമായിട്ടാണ് ഇതിനെല്ലാം മറുപടി പറയുന്നത്. ഖുർആൻ പരിശോധിച്ചാൽ ഖുർആനിന്റെ 1/3 ഭാഗം, 3ആയിട്ട് ഭാഗിച്ചാൽ അതിൽ ഒരു ഭാഗം ഈ ഒരു വിശ്വാസത്തിൽ ഊന്നി കൊണ്ടുള്ള ആയത്തുകളാണ് കാണുവാൻ സാധിക്കുന്നത്. ഉദാഹരണ സഹിതവും അല്ലാതെയും ഒക്കെ ആയത്തുകൾ, എത്ര ആയത്തുകളാണ് ഖുർആൻ ഈ കാര്യത്തിൽ. പരലോക ജീവിതത്തെ സംബന്ധിച്ച് എടുത്തു പറയുന്ന ആയത്തുകൾ, പുനരുത്ഥാനത്തെ സംബന്ധിച്ചുള്ള ആയത്തുകൾ, ഉദാഹരണ സഹിതം, തെളിവ് സഹിതം, ആർക്കും കേവലമായ സാമാന്യമായ ബുദ്ധി കൊണ്ടും, ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, വളരെ കുറഞ്ഞ ബുദ്ധി മതി ഖുർആൻ പറയുന്ന തെളിവുകൾ മുന്നിൽ വെച്ച് പരിശോധിച്ചാൽ എല്ലാവർക്കും സംശയങ്ങൾ നീങ്ങിപ്പോകും. ഒരാൾക്കും സംശയമുണ്ടാകാത്ത വിധത്തിൽ ഉള്ള വിവരണമാണ് വിശുദ്ധ ഖുർആൻ പരലോകത്തെ സംബന്ധിച്ച്, നമുക്ക് പുനരുത്ഥാനത്തെ സംബന്ധിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരും. സംശയിക്കേണ്ട കാര്യമില്ല. വിശ്വാസികളായ നമ്മൾ അതിൽ കുറച്ചുകൂടി നമ്മൾ ആ വിശ്വാസം ദൃഢപ്പെടുത്തേണ്ടതുണ്ട്. അതാണല്ലോ വിശ്വാസികളുടെ ഗുണം. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ, വിശ്വാസികൾ ആരാണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ ഗുണം പറയുന്നുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് വബിൽ ആഖിറതി ഹും യുഖിനൂൻ, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണെന്നല്ല പറഞ്ഞു, പരലോഹും യുഖിനൂൻ, യഖീനായിട്ട് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നവരാണ് ആ മുത്തഖീങ്ങൾ എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള സംശയവും പാടില്ല. അത് കൃത്യമായിട്ട് ഖുർആൻ അത് അങ്ങനെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയും വേണം. ഖുർആനിന്റെ എത്ര തെളിവുകൾ. നമ്മളൊക്കെ സാധാരണ പാരായണം ചെയ്യപ്പെടുന്ന ഒരു സൂറത്താണല്ലോ സൂറത്ത് യാസീൻ. എല്ലാവർക്കും മനഃപ്പാടമാണ്. അതിന് പ്രത്യേക കാരണമൊക്കെ ഉണ്ടാവും. മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കണ്ടില്ലേ? അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ കാണുന്നില്ലേ, അല്ലെ കണ്ടില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, അവനെ നാം നുത്ഫയിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. നുത്ഫ ഒരു ബീജകണത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. എന്താണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. ആ നുത്ഫ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പോലും പറയാൻ പറ്റുകയില്ല. അതാണ് മനുഷ്യന്റെ തുടക്കം, രൂപപ്പെടുന്നതിന്റെ ആദ്യ ഘട്ടം. അതാ അള്ളാഹു എടുത്തു പറയുകയാണ്, അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, അവൻ കണ്ടില്ലേ, അവനെ നാം നുത്ഫയിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ടോ ഫൈദാ ഹുവ ഖസീമും മുബീൻ, എന്നിട്ട് അവനതാ പ്രത്യക്ഷമായ എതിരാളിയായിരിക്കുന്നു. മനുഷ്യൻ എതിരാളിയായിരിക്കുന്നു, അള്ളാഹ്ക്കെതിര്. അവൻ അവൻ നമുക്ക് ഉപമ ഉദാഹരണം എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. വനസിയ ഖൽഖ, അവന്റെ ജന്മം, അവന്റെ സൃഷ്ടിപ്പ് അവൻ മറക്കുകയും ചെയ്യുന്നു. നുത്ഫ മറന്നുപോവുകയാണ്. ആ നുത്ഫയെ പടച്ചില്ലേ പടച്ചവൻ? ആ നുത്ഫയെ സൃഷ്ടിച്ചില്ലേ? എന്നിട്ട് ആ സൃഷ്ടിപ്പ് പോലും അവൻ വനസിയ ഖൽഖ, അവന്റെ സൃഷ്ടിപ്പ് തന്നെയും അവൻ മറക്കുകയും ചെയ്യുന്നു.
ഖാല അവൻ ചോദിക്കുന്നു മയ്യുഹിൽ ഇളാമ വഹിയ റമീം, എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അവയ്ക്ക് ജീവൻ നൽകുന്നത്? ഖാല അവൻ ചോദിക്കുകയാണ് മയ്യുഹിൽ ഇളാമ, ഈ എല്ലുകൾക്ക് ആരാണ് ജീവൻ നൽകുക? വഹിയ റമീം, അത് ദ്രവിച്ചു പോയിരിക്കെ. അത് ദ്രവിച്ചു അങ്ങ് മണ്ണിലേക്ക് ലയിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോയതിനു ശേഷം ഇതിനെ ആര് ജീവിപ്പിക്കും? അവൻ ചോദിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, യുഹീഹല്ലദീ അൻശാഹാ അവ്വല മറ, യുഹീഹ, അതിനെ നാം ജീവിപ്പിക്കും, ജീവൻ നൽകും, അല്ലദീ അൻശാഹാ അവ്വല മറ, ആദ്യമായി അതിനെ ഉണ്ടാക്കിയവൻ ആരാണോ, അവൻ ആദ്യമായിട്ട് പടച്ചതാരാണോ അവൻ അതിനെ സൃഷ്ടിക്കും. അവ്വല മറ, ഒന്നാമത്തെ പ്രാവശ്യം സൃഷ്ടിച്ചില്ലേ? ഇങ്ങനെ ഓരോരുത്തരെയും നമുക്ക് ഓരോ കോപ്പികളാക്കി മാറ്റിയില്ലേ? നമുക്കറിയാമല്ലോ, ഒരു കോപ്പി, ഒരു പ്രിന്റ് ഉണ്ടെങ്കിൽ, ഒരു കോപ്പി ഉണ്ടെങ്കിൽ 1000 കോപ്പിയോ 10,000 കോപ്പിയോ എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് എടുക്കാനുള്ള സംവിധാനം നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എന്നിട്ട് അതിന് തെളിവ് ചോദിക്കുകയാണ് മനുഷ്യൻ. അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഉപമ പറയുന്നു. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ഈ എല്ലും പൊടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഊതി കാണിച്ചു. എന്ത് മുഹമ്മദ്, എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ഇങ്ങനെ ദ്രവിച്ചു പോയ ഈ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുവന്നു, എന്താ അസംബന്ധമാണ് ഈ പറയുന്നത് മുഹമ്മദേ എന്നൊക്കെ പറഞ്ഞു. അതാണ് കൃത്യമായിട്ടാണ് ഖുർആന്റെ മറുപടി, കൃത്യമായിട്ടാണ്. സൂറത്തു ഹജ്ജിന്റെ തുടക്കത്തിൽ ഇങ്ങോട്ട് വരാം, 5-ാമത്തെ ആയത്ത് നിങ്ങൾ എടുത്ത് പഠിച്ചു നോക്കണം. മനുഷ്യന്റെ ആ പുനരുത്ഥാനം എങ്ങനെയാണ് എന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നെ വിളിച്ചുകൊണ്ടാണ്. ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ് എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളത് പഠിക്കണം. സൂറത്തുൽ ഹജ്ജിന്റെ 5-ാമത്തെ ആയത്ത് മുതൽ എടുത്ത് നോക്കണം. അപ്പോൾ അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരിക. ഇനി നോക്കുക, വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെ പറ്റിയും അറിവുള്ളവനാകുന്നു. മനുഷ്യൻ മാത്രമാണോ അള്ളാഹ് സൃഷ്ടിച്ചത്? അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ, ആകാശത്തെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു പറയുന്നു, അൻതും അശദ്ദു ഖൽഖൻ, നിങ്ങളെ സൃഷ്ടിക്കാനാണോ ഏറ്റവും പ്രയാസം, അതോ ഈ ആകാശത്തെ സൃഷ്ടിക്കാനാണോ പ്രയാസം? അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ, അതിനെ നാം ഉയർത്തി വിധാനിച്ചു. അള്ളാഹു പറയുക, എത്ര സൃഷ്ടിപ്പാണ് അള്ളാഹു നടത്തിയത്. അതാണ് വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെ പറ്റിയും അറിവുള്ളവനാകുന്നു. നോക്കുക, സൂറത്തുൽ ഖിയാമ. ഖിയാമ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ആ ഖിയാമയുടെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അല്ലാഹു പറയുകയാണ്, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിനെ കൊണ്ട് ഞാൻ ഇതാ സത്യം ചെയ്യുന്നു. അല്ലാഹ് സത്യം ചെയ്തു പറയുകയാണ്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ ഇതാ സത്യം ചെയ്യുന്നു. കുറ്റപ്പെടുത്തുന്ന മനസ്സ്, നമുക്കൊക്കെ കുറ്റപ്പെടുത്തുന്ന മനസ്സ് അള്ളാഹു തന്നിരിക്കുകയാണ്. അതായത് മനസ്സാക്ഷി എന്ന് പറയും. ഒരു കുറ്റം ചെയ്താൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് സംസാരിക്കും, വേണ്ടിയില്ലായിരുന്നു, ചെയ്യേണ്ടിയില്ലായിരുന്നു, അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, അങ്ങനെ പ്രവർത്തിക്കേണ്ടിയില്ലായിരുന്നു എന്നും ഇങ്ങനെ നമ്മുടെ ഉൾവിളി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരെയൊക്കെ കണ്ടില്ലേ, വർഷങ്ങൾക്ക് ശേഷം വിളിച്ചു പറയുന്നത് കുറ്റബോധം കൊണ്ടാണ്. ഈ നഫ്സുൽ ലവ്വാമ അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. വർഷങ്ങൾക്ക് ശേഷം കോടതിയൊക്കെ വെറുതെ വിട്ടു, വിചാരണ ചെയ്തപ്പോൾ നിരപരാധി, തെളിവുകളില്ല. അവസാനം അയാൾ വയസ്സാം കാലത്ത് മരിക്കുന്നതിന് മുമ്പായിട്ട് പറയുകയാണ്, അന്ന് ഞാൻ അത് ചെയ്തതാണ്. എന്താണ് ചെയ്യുക? അതാണ് കുറ്റപ്പെടുത്തുന്ന മനസ്സ്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണത്.
ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നു, അരുതായ്മയെ കൊണ്ട് ചൂണ്ടിക്കാട്ടുന്നു, വേണ്ട എന്ന് പറയുന്നു, നമ്മളോട് വേണ്ട എന്ന് പറയുന്നു. അതാണ് ഈ നഫ്സ് ലവ്വാമ. അതിനെ കൊണ്ടാണ് അള്ളാഹ് സത്യം ചെയ്തു പറയുന്നു, അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമ, അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ? എല്ലുകളെ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുവോ? അള്ളാഹ് ചോദിക്കുകയാണ്, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവന്റെ എല്ലുകളെ ഇതുപോലെ തന്നെ പൂർവമായ സ്ഥിതിയിലേക്ക് അവനെ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിവില്ലെന്നാണോ മനുഷ്യൻ അങ്ങനെ വിചാരിക്കുകയാണോ? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ബലാ കഴിവുള്ളവനല്ലയോ, അതെ ഖാദിരീൻ കഴിവുള്ളവനല്ലയോ, അലാ അൻ നുസവ്വിയ ബനാന അവന്റെ വിരൽ തലപ്പുകളെ പോലും സംവിധാനിച്ചവനെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ. അള്ളാഹു പറയാൻ വിരൽ തലപ്പുകൾ, വിരൽ തുമ്പുകളെ എടുത്തുകൊണ്ട് പറയുകയാണ്. വിരലടയാളം എല്ലാവർക്കും, ലോകത്ത് എത്ര കോടി മനുഷ്യരുണ്ടോ ആ മനുഷ്യരുടെ എല്ലാം വിരലടയാളം വ്യത്യസ്തമാണ്. ആർക്കും. അതുകൊണ്ടാണ് വിരലടയാള വിദഗ്ധർ വന്ന് പിന്നെ കൊലപാതക കുറ്റങ്ങളൊക്കെ തെളിയിക്കുന്ന പ്രതിയെ കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു ശാസ്ത്ര ശാഖയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം പറയുകയാണ്. അവന്റെ വിരൽ തലപ്പുകളെ ശരിപ്പെടുത്തിയവനായിട്ട്, അവന്റെ വിരൽ തലപ്പുകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കോടാനുകോടി മനുഷ്യരുടെയും വിരൽ തുമ്പുകൾ തികച്ചും വ്യത്യസ്തമാണ്. തിരിച്ചറിയാൻ ഒരിക്കലും മാറിപ്പോകാത്ത വിരലടയാളം, ഒരിക്കലും അത് മാറിപ്പോവുകയില്ല. ഇന്ന് അതുമെല്ലാം മാറി മനുഷ്യന്റെ കണ്ണുവരെ എല്ലാവർക്കും വ്യത്യസ്തമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് എയർപോർട്ടിലൊക്കെ ചെന്നാൽ നമ്മുടെ അങ്ങോട്ട് കടത്തിവിടുന്നത് നമ്മുടെ കണ്ണ് പരിശോധിച്ചിട്ടാണ്. കണ്ണിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ്. അതാണ് അതിന് അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ വിരൽ തലപ്പുകളെ സൃഷ്ടിച്ച് സംവിധാനിച്ച് രൂപപ്പെടുത്തിയവനായിരിക്കെ നിങ്ങൾ എന്തിനാണ് അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യ നീ എന്തിനാണ് സംശയിക്കുന്നത്? അതേ സൂറത്തിന്റെ അവസാനം, ഖിയാമയുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുകയാണോ അവനെ അങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? അങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വെറുതെ വിടുമായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഒരു കണക്കും പറയേണ്ട. ഈ പക്ഷിയെ നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, പക്ഷി നീ എത്ര ഭാഗ്യവതിയാണ്, നിനക്കിങ്ങനെ ചാടിയെല്ലാം നടക്കാം, നിന്നെ അങ്ങ് വെറുതെ വിട്ടേക്കുമല്ലോ, നിനക്ക് വിചാരണയൊന്നും ഭയപ്പെടേണ്ടതില്ലല്ലോ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ വെറുതെ? അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുവോ അവനെ അങ്ങ് നാം വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്, വെറുതെ വിട്ടുകളയുമെന്ന് വിചാരിക്കുന്നു. അലം യകുൻ നുത്ഫതം മിൻ മനിയ്യുംന, അവൻ സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിൽ നിന്നുള്ള ഒരു ബീജകണമായിരുന്നില്ലേ? വീണ്ടും പറയുകയാണല്ലോ, അവൻ കേവലമായ ഒരു ഇന്ദ്രിയത്തുള്ളി മാത്രമായിരുന്നില്ലേ? നമ്മളുടെയൊക്കെ ജനനത്തെ സംബന്ധിച്ച് ഒന്ന് ചിന്തിക്കാൻ പറയുകയാണ് ഖുർആൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യ എന്ന് പറയുകയാണ്. സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വാ, പിന്നീട് നാം അവനെ ഒരു ഭ്രൂണമാക്കി മാറ്റി, അത് ഭ്രൂണമായിട്ട് വളരുകയാണ് ഗർഭാശയത്തിൽ. ആ നുത്ഫ, ആ ബീജം പതുക്കെ ഓരോ ഘട്ടമായിട്ടൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നാം അതിൻ്റെ സൂറത്തുൽ മുഅ്മിനിലെ മനുഷ്യന്റെ ഘട്ടങ്ങൾ പറഞ്ഞല്ലോ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ഖലഖന النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹു പറഞ്ഞ ഉദാഹരണം കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ തരികയാണ് അല്ലാഹു.
ഇനിയും എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? പിന്നെ അവനെ നാം ഒരു ഭ്രൂണകണമാക്കിയില്ലേ, ഭ്രൂണമാക്കി വളർത്തിയില്ലേ? എന്നിട്ട് അള്ളാഹു അവനെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു. എന്നിട്ട് ആ ഭ്രൂണത്തെ ഒരു നല്ല മനുഷ്യനെ കുഞ്ഞാക്കി മാറ്റി, നല്ല ഒരു രൂപം, ആകൃതിയും പ്രകൃതിയും ഒക്കെ നൽകി അവനെ സംവിധാനിച്ചു അള്ളാഹു. അങ്ങനെ അതിൽ നിന്നും ആണും പെണ്ണുമാകുന്ന 2 ഇണകളെ അവൻ ഉണ്ടാക്കി. ആ ബീജത്തെ മാംസപിണ്ഡമാക്കി വളർത്തി വലുതാക്കി സൃഷ്ടിച്ചു, സംവിധാനിച്ചു. എന്നിട്ടോ അതിൽ നിന്നും ആണും പെണ്ണുമാകുന്ന 2 ഇണകളെ അല്ലാഹു ഉണ്ടാക്കി. നമ്മൾ വിചാരിച്ചതാണോ അത്? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഞാൻ ആണാകണമെന്ന് തീരുമാനിച്ചിട്ടാണോ ആണായത്? അല്ല. നമ്മുടെ മാതാപിതാക്കൾ തീരുമാനിച്ചിട്ടാണോ? അല്ല. അള്ളാഹു തീരുമാനിച്ചതാണ്. ഒരു വിഭാഗം ആളുകൾ ആണുങ്ങളും ഒരു വിഭാഗം പെണ്ണുങ്ങളുമാകണം. അങ്ങനെ ഇണകളാക്കി അള്ളാഹു സൃഷ്ടിച്ചു. അള്ളാഹു പറയുക. എന്നിട്ട് അള്ളാഹു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് അവസാനം. എന്താ പറയുന്നത്? അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. അലൈസ ദാലിക ബിഖാദിരിൻ, അങ്ങനെയുള്ളവൻ അലാ അൻ യുഹ്യിയൽ മൗതാ, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ? അങ്ങനെയുള്ളവൻ. ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടം ഘട്ടമായി മനുഷ്യനെ പടിപടിയായി വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ റബ്ബ്, ഇങ്ങനെയുള്ള ആ ഘട്ടത്തിൽ നിന്ന് ഇത്രയും വലിയ മനുഷ്യനാക്കി മാറ്റിയ റബ്ബ് കഴിവുള്ളവനല്ലയോ? മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ എന്ന് ചോദിക്കുക. ഖുർആൻ നോക്കിയാൽ സഹോദരങ്ങളെ ഒരുപാട് തെളിവുകൾ കാണാം. ഒരുപാട് ആലോചിക്കാൻ ബുദ്ധി വേണ്ട കാര്യമില്ല. ഉയർത്തെഴുന്നേൽപ്പുന്നത് സത്യമാണ്, അത് സത്യം തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ആ സാഅത്ത് അത് വരിക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുന്ന വയബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിൽ നിന്ന് എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഒരു മഴ പോലെ ഒരു മഴ പെയ്യും. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഖബറുകളിലുള്ളവർ എല്ലാവരും എഴുന്നേറ്റ് വരുമെന്ന്. നമ്മൾ ചെടികളില്ലേ, ഒരു തരിശായി ഉണങ്ങി വരേണ്ട ഒരു ഭൂമി, ആ ഭൂമിയിൽ മഴ വർഷിപ്പിച്ചാൽ അവിടെ നടക്കുന്ന മാറ്റങ്ങൾ എന്താണ്? ഖുർആൻ പറയുന്നതാണ്. അത് നന്നായിട്ട് ചീർത്ത് അത് നല്ല ഇത് പ്രാപിച്ചു വരിക, നല്ല പച്ചപ്പായിട്ട് മാറുകയാണ്. വരണ്ടുണങ്ങിയ ഒരു ഭൂമിയായിരുന്നു. ഒരു മഴ വർഷിച്ചപ്പോൾ എവിടെ നിന്നാണ് അത് വന്നത്? ഇതേപോലെ നമ്മൾ വിത്തുകൾ മണ്ണിലിട്ട് മൂടിയാൽ അത് നാമ്പ് പുറത്തേക്ക് വരുന്ന ജീവൻ വെച്ച് വരുന്നില്ലേ? ഇതൊക്കെ അതിനുള്ള ഒരുപാട് തെളിവുകളുടെ കൂട്ടത്തിലുള്ള തെളിവുകളാണ്. ഖുർആൻ നമ്മളൊക്കെ പറഞ്ഞു തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അതിൽ ദൃഢമായി വിശ്വസിക്കുക. അത് സംഭവിക്കുന്ന കാര്യമാണ്. ഖുർആൻ നമുക്ക് ആർക്കും സംശയമില്ലാത്ത വിധം അത് നമുക്ക് വിവരിച്ചു തരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരലോകത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മ ചെയ്തവർക്ക് നന്മയും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷയും ലഭിക്കണമെന്നത് മനുഷ്യൻ്റെ ഒരു തേട്ടമാണ്. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നന്മയ്ക്ക് അതനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കണം. ഒരുപാട് ആളുകൾ സ്വന്തം ശരീരം മറന്നുകൊണ്ട് അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അവർക്കൊക്കെ അവരുടെ ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ട്
നമുക്ക് അവർക്ക് പ്രതിഫലം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലും കഴിയുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല. അതേപോലെ തന്നെ തിരിച്ചും കുറ്റം ചെയ്ത് കുറ്റവാളികളായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്, ധാരാളം തിന്മ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, കൊടും ക്രൂരതകൾ ചെയ്ത ആളുകളുണ്ട്, ലോകത്തോട് കൊടും ക്രൂരതകൾ അനീതികൾ ചെയ്ത ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവരൊക്കെയും വിചാരണ പോലും ചെയ്യപ്പെടാതെ അവർ സുഖമായിട്ട് വിഹരിക്കുക. ലോകത്ത് നമ്മൾ കാണുന്നു പല നേതാക്കന്മാർ, ലോക നേതാക്കൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഒരു രോമത്തെ പോലും തൊടാൻ കഴിയാതെ അവരിങ്ങനെ ലോകത്തെ കൊഞ്ഞനം കുത്തി ജീവിക്കുന്നു. നിയമത്തിനൊന്നും ഒരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല, നീതിക്കും നിയമത്തിനും ഒന്നും ഒരു സ്ഥാനവും കൽപ്പിക്കാതെ ജീവിക്കുന്നു. അപ്പോൾ എല്ലാവരും തേടുന്ന ഒരു കാര്യമാണ് അവർ കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്ന്. പക്ഷേ ശിക്ഷിക്കപ്പെടുന്നില്ല. ഇവിടെ നീതി എന്ന് പറയുന്നത് അന്യായമായിക്കൊണ്ടിരിക്കുക. പലപ്പോഴും ഇവിടുത്തെ നിയമങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്, എട്ടുകാലി വല പോലെയാണ്. ചെറിയ ചെറിയ പ്രാണികൾ പോയാൽ അതിൽ കുടുങ്ങും, വലിയ വലിയ വണ്ടുക പോലത്തെ ഉള്ളതാണെങ്കിൽ അതും പൊളിച്ചു പുറത്തോട്ടു രക്ഷപ്പെടും. അവരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ശിക്ഷിക്കപ്പെടണം. നന്മ ചെയ്തവർക്ക് അർഹമായ പ്രതിഫലം നൽകപ്പെടണം. കുറ്റം ചെയ്ത ആളുകൾ, ക്രൂരതകൾ ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ലോകത്ത് അതിനുള്ള സംവിധാനമുണ്ടോ? ഇല്ല. ഈ ലോകത്തിന് അതിനുള്ള സംവിധാനമില്ല. അപ്പോൾ നീതിയുടെ ഒരു ലോകം വരണം, അതാണ് പരലോകം. തീർച്ചയായും അങ്ങനെ ഒരു ലോകം വരാനിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഏറ്റവും അവസാനമായി അവതരിച്ച സൂക്തം, പ്രവാചകൻ മരണപ്പെടുന്നതിന് 9 ദിവസം മുമ്പ് അവതരിപ്പിച്ച സൂക്തം, ഈ ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടു മുമ്പ് ഏതാണ്ട് 9 ദിവസം മുമ്പ് അവതരിച്ച അവസാനത്തെ സൂക്തം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക, തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസം, എല്ലാവരെയും അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, എന്നിട്ട് ഓരോ നഫ്സും സമ്പാദിച്ചത് പരിപൂർണമായിട്ട് നൽകപ്പെടും, പ്രതിഫലമായിട്ട് നൽകപ്പെടും. അത് തെറ്റാണെങ്കിൽ തെറ്റിനുള്ള ശിക്ഷ, ഒരാളെ കൊന്നാലും 100 പേരെ കൊന്നാലും 1000കണക്കിന് പേരെ കൊന്നാലും നമുക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ ഒരു പ്രാവശ്യം ശിക്ഷിക്കുക എന്നുള്ളത്. അത് നീതിയാവും. ഒരാളെ കൊന്നവനെ തിരിച്ച് അതേപോലെ കൊല്ലാം. 10 ആളെയാണ് അയാൾ കൊല്ലുന്നതെങ്കിലോ ബാക്കി 9 പേരുടെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ്? അതിനുള്ള ലോകമാണ് നീതിയുടെ ലോകം, പരലോകം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ലോകത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പറയാണ്, അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിച്ചവരെയും സൽക്കർമ്മം ചെയ്തവരെയും നാം ആക്കുമോ കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരെ പോലെ നാം ആക്കുമോ? ഒരിക്കലും ആക്കുകയില്ല എന്ന് അല്ലാഹു പറയും. അവരും ഇവരും സമമാവുകയില്ല. ലാ യസ്തഊൻ, ഒരിക്കലും അവർ സമമാവുകയില്ല. അതേപോലെ തന്നെ അം നജ്അലുൽ മുത്തഖീന, മുത്തഖീങ്ങളെ നാം ആക്കുമോ കൽ ഫുജ്ജാർ, ലോകത്ത് തെമ്മാടി കാണിച്ചവരെ പോലെ, തെമ്മാടികളായി ധിക്കാരത്തോടു കൂടി ജീവിച്ച, ഫാസിദീങ്ങളായി ജീവിച്ച ആളുകളെ പോലെ, മുത്തഖീങ്ങളെ, അള്ളാഹിനെ പേടിച്ച് ജീവിച്ചവരെ, അവരെയും ഇവരെയും നാം ഒരുപോലെ ആക്കുമോ എന്ന് അള്ളാഹു ചോദിക്കാൻ. ഒരിക്കലും ആക്കുകയില്ല, ഒരിക്കലും സമമാവുകയില്ല, ഒരിക്കലും നീതിയാവുകയില്ല. അള്ളാഹു നീതിമാനാണ്. മാലിക് യൗമിദ്ദീൻ, നമ്മൾ എല്ലാ ദിവസവും
സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയാണ്, ആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലാഹുവിന് സർവസ്തുതി. എന്താണ്? റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ. പ്രതിഫല നാൾ നിശ്ചയിച്ച അല്ലാഹുവേ നിനക്ക് സ്തുതി. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. എല്ലാവർക്കും കൃത്യമായ പ്രതിഫലം നൽകപ്പെടുന്ന നാളാണ്. ഒരാളെയും അല്ലാഹു വെറുതെ വിടുകയില്ല. ഒരാളെ പോലും ഒരാളോടും അല്ലാഹു അനീതി കാണിക്കുകയില്ല. കൃത്യമായ നീതിയുടെ നാളാണത്. വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. ആ ദീനിൻ, ആ പ്രതിഫല നാളിനെ സംബന്ധിച്ച് എന്താണ് നിനക്കറിയാമോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നാള് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പാക്കുന്ന ഒരു ലോകം, അതാണ് പരലോകം എന്ന് പറയും. അപ്പോൾ ആ പരലോകത്തിനു വേണ്ടി നമ്മൾ അവിടെ ആ ജീവിതത്തിനു വേണ്ടി നന്മകൾ ധാരാളം പ്രവർത്തിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ജാമിയ നദവിയയുടെ ബിരുദദാന സമ്മേളനത്തെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി. എല്ലാവരും ഒന്ന് കരുതി വരണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു കളക്ഷൻ ഇന്ന് നമ്മൾ എടുക്കുകയാണ്. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളത് നൽകണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടൊക്കെ പല പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ പള്ളിയുടെ ചുറ്റുഭാഗത്തും പെയിൻറ്റിങ്ങും അതും പോലെ തന്നെ ഉള്ള മെറ്റീരിയൽസും ഒക്കെ പലതുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത്തരം സഹായിച്ച ആളുകൾക്ക് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അതേപോലെ സാധനങ്ങൾ നൽകി സഹായിച്ചിട്ടാണെങ്കിലും എല്ലാവർക്കും അതിനുള്ള പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. മരണപ്പെടുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ പരലോകത്ത് വിചാരണ എളുപ്പമാക്കി കൊടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും നമ്മുടെ മക്കളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് തിരിച്ച് കുടുംബത്തിലേക്ക് സമാധാനത്തോടെ വന്ന് ചേരാനുമുള്ള തൗഫീക്ക് അല്ലാഹു അവർക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിലും അതേപോലുള്ള വിവിധ രാജ്യങ്ങളിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അവരുടെ ദുരിതങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് പരിപൂർണമായ സമാധാനം നൽകി അവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഫലസ്തീൻ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാരം അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു ആത്യന്തികമായി ഫലസ്തീനികൾക്ക് അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم حاسبنا حسابا يسيرا. اللهم حاسبنا حسابا يسيرا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.